ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഞാനിപ്പോൾ കുറച്ച് നോട്ടീസ് ചെയ്തിട്ട് ചില മീഡിയകളായിട്ടും നമ്മളെ സറൗണ്ടേഴ്സ് ഈ മാർക്കറ്റിൽ വാല്യമില്ലാത്ത പ്രോഡക്റ്റിനെ കൊടുത്തിട്ട് അതിന്റെ പ്രൈസിന് മാനിപ്പുലേറ്റും ചെയ്തുകൊണ്ട് ഇതിന് കുറെ ഷെയർ ഹോൾഡേഴ്സ് വിൽക്കുന്നു. ഇതിന്റെ എത്തിക്സ്, ഇതിന്റെ എത്തിക്സ് എന്താണ്? ഇതിന് ശരിയായ പ്രവണതയാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കളുടെ മാർക്കറ്റിൽ ഇങ്ങനെ പ്രോഡക്റ്റുകൾ? തീർച്ചയായിട്ടും മിസ്റ്റർ അബ്ദുള്ള കെ, നിങ്ങൾ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് കറക്റ്റാണ്. ഒരു തെറ്റായിട്ടുള്ളൊരു പ്രവണത നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നു. കാരണം നമ്മുടെ നാട്ടിലിപ്പോ ഒരുപാട് ബിസിനസ് ഹബ്ബുകളുണ്ട്. ടെക്നോ പാർക്ക്, ബിസിനസ് പാർക്ക്, സൈബർ പാർക്ക്, ഇവിടൊക്കെ ഒരുപാട് നല്ല നല്ല സ്റ്റാർട്ടപ്പ് കമ്പനീസ്, പക്കാ പ്രൊഫഷണൽസ്, ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരിടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടങ്ങളിൽ തന്നെ ഒരുപാട് ഇതുപോലെ സ്കാം ചെയ്യപ്പെടുന്ന കമ്പനീസ് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അവര് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു കാര്യം, ഒരു ട്രേഡ് കൊടുത്ത് ആ ട്രേഡ് ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തു. ആ ബ്രാൻഡ് സർവീസ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്തായാലും അത് സെല്ലാവുമല്ലോ. അബ്ദുള്ള കറക്റ്റ് അല്ലേ? എന്തായാലും സെല്ലാവും. സർവീസ് ആണെങ്കിലും സെല്ലാവും. ബട്ട് ഇങ്ങനെ ഒരു കുട്ടി, ഒരു കോളേജിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടി ഒരു സർവീസ് എടുത്തു. ആ സർവീസ് അത് നല്ല ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് മാർക്കറ്റിൽ ഇറക്കുകയാണ്. അപ്പോ നോർമലി അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുറമെ ഇതുപോലുള്ള ആളുകൾ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്നു, ഷെയർ ഹോൾഡേഴ്സിനെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവരെന്ത് ചെയ്യും? ഈ ഒരു പ്രവണത അത് ഇല്ലാതാക്കുന്നതാണ്. കാരണം അവരെ പ്രൊഫഷനെ അതോട് ഇല്ലാതാവുന്നത്. അവർക്കും ഇത് ബാധിക്കുന്നതാണ്. പ്രോഡക്റ്റുകൾ കാണുന്നുണ്ട്, നാച്ചുറൽ ഷെയർ ആയിട്ടുള്ളത്, അതിന് വാല്യൂബിൾ ആയിട്ടുള്ളത്, അപ്പൊ അവർക്കും കൂടെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഈ മാർക്കറ്റ് കാരണം. തീർച്ചയായും അങ്ങനെ ഒരു കമ്പനി നമ്മുടെ നാട്ടിലിപ്പോ ഒരു അക്കാദമി ആയാലും എന്തെങ്കിലും സർവീസ്, നേരത്തെ പറഞ്ഞ IT സർവീസോ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ് സർവീസും നമ്മുടെ നാട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ബിസിനസ് ഹബ്ബിൽ നിന്ന് ഇറങ്ങുന്നു. അതില് ആ പ്രോഡക്റ്റ് നോളജ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ആ പ്രോഡക്റ്റ് ഏറ്റെടുക്കുകയും എന്നിട്ട് ആ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഫുൾ ഫ്ലെഡ്ജിൽ ഇറങ്ങിയിട്ടുണ്ടാവില്ല. ഓക്കെ, എന്നിട്ട് ഈ പ്രോഡക്റ്റ് വെറുതെ ഒരു 10 ആളോ 15 ആളോ സർവീസ് കൊടുത്ത്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് 15 ആൾക്ക് ഈ പ്രോഡക്റ്റ് സെല് ചെയ്ത് അത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ കണ്ടുവരുന്ന പ്രവണത മാനിപ്പുലേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതൊരു 100 പ്രോഡക്റ്റ് അല്ലെങ്കിൽ 1000 പ്രോഡക്റ്റ് ഞാൻ സെല് ചെയ്തു എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് നമ്മൾ ഒരുപാട് സ്റ്റാള്, എക്സ്പോളൊക്കെ കാണാറുണ്ട്. വിദേശത്താണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ മീഡിയാസ് ആണ്. ഓക്കെ, ജെന്യൂൻ ആയിട്ടുള്ള നമ്മുടെ മീഡിയാസ് ആ രീതിയിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു പോകും. ഓക്കെ, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അതില് 1 lakh തൊട്ട് മില്യൺസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. എന്നിട്ട് ആ ഒരു ഓൺട്രപ്രണർ, ആ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത കുട്ടികളെ വേറൊരു കമ്പനി ഏറ്റെടുത്ത് ആ കമ്പനി അത് ബ്രാൻഡ് ചെയ്ത് അവരുടെ പേരിലായ കമ്പനി, എന്നിട്ട് ആ കമ്പനിന്റെ ഷെയർ കംപ്ലീറ്റ് ആയിട്ട് വേറെ ആളുകൾക്ക് സെല് ചെയ്യാണ്. ഓക്കെ, സെല് സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതേപോലെ നിങ്ങൾ കണ്ട ഒരു പ്രോഡക്റ്റിനെ ഈ മാർക്കറ്റ് പ്രോഡക്റ്റ് ഇതിന് ഇല്ലീഗൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇത് എങ്ങനെ പിടിച്ചിട്ടുണ്ട്? ഇത് എങ്ങനെ നമുക്ക് പ്രിവെന്റ് തടയേണ്ടത്? ഇത് കുറെ ഇന്നസെന്റ് ആയിട്ടുള്ള ഷെയർഹോൾഡേഴ്സ് വാങ്ങിക്കുന്നു, ഫ്രഷ്നെസ് ആയി കോളേജ് വന്ന കുട്ടികൾ ഇതിന്റെ ബാക്കിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ലാസ്റ്റ് ഇവർക്ക് കിട്ടുന്നത് 0, ബാലൻസ് ഒന്നുമില്ല. പക്ഷെ എന്റർപ്രണർ ആവട്ടെ, ഇവർക്ക് തന്നെ സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ ഇതിന് എതിരെ നമുക്ക് എന്തെങ്കിലും ആക്ഷൻ ഈ നമ്മളെ സോഷ്യൽ മീഡിയയിൽ കൂടി പറയാൻ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ആക്ഷൻ എന്താ ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. കാരണം ഒരു മാർക്കറ്റിൽ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ജനങ്ങൾ എന്തായാലും ഏറ്റെടുക്കും. അത് സർവീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിനൊരു ഇൻവെസ്റ്റർ ആവശ്യമില്ല ഈ കാലഘട്ടത്തിൽ. ഓക്കെ, അതിനൊരു ഇൻവെസ്റ്റർ ആവശ്യമില്ല, നമുക്ക് ഫണ്ടിന്റെ ആവശ്യമില്ല. അപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചോദിക്കാനുണ്ടോ അതെങ്ങനെ ബ്രാൻഡ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ്. ബ്രാൻഡ് ചെയ്യാൻ ഇപ്പോ നമുക്ക് നോക്കാം. ഇപ്പോ മാർക്കറ്റിൽ ഇപ്പോ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ, പിൻട്രസ്റ്റ്, യൂട്യൂബ് ചാനൽ, ഇത്ര അധികം സോഷ്യൽ മീഡിയകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ
നല്ല പ്രോഡക്റ്റ് നമ്മളൊരു 10 ആൾക്ക് കൊടുത്താൽ ആ 10 ആള് റിവ്യൂ മതി നമുക്ക്. അങ്ങനെ ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ആവുള്ളൂ. അല്ലാതെ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളത് തൗസൻഡ്സ് ഓഫ് പ്രോഡക്റ്റ് സെല് ചെയ്തിട്ടുണ്ട്, ആ പ്രോഡക്റ്റ് തൗസൻഡ്സ് ഓഫ് സർവീസ് സെല് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് വെറുതെ എന്തിനാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യം? അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും അതിൽ നടക്കുന്നത് എന്താന്ന് വെച്ചാല് അതിന്റെ ഷെയർ കൺവേർട്ട് ആയി എന്നുള്ളതാണ്. അതിന് ഷെയർ കൺവേർട്ട് ആവുമ്പോൾ ഇതിന്റെ ഇടനിലക്കാരായിട്ടുള്ള കുറെ ബ്രോക്കേഴ്സ് ഉണ്ട്. ആ ബ്രോക്കേഴ്സ് ഹിഡൻ ആവും ലാസ്റ്റ്. അപ്പൊ അവർ ആ എമൗണ്ട് ആയിട്ട് എൻഡ് ആവും. ഈ പ്രോഡക്റ്റ് ആണെങ്കിൽ മാർക്കറ്റിൽ ഒരു 10, 20, 100 പ്രോഡക്റ്റ് സെല്ലായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആ കുട്ടികളും പിന്നെ ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സും തമ്മിലാവും ലാസ്റ്റിൽ തർക്കം വരിക. ഇങ്ങനെ തർക്കം വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ആണ് നമ്മുടെ നാട്ടിൽ. അതായത് ഇങ്ങനെ താങ്കൾ പറഞ്ഞിടത്തിൽ ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ പ്രോഡക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇത് കൊണ്ടുവരുമ്പോൾ ഈ ഒരു ഇത് ഷെയർ വിൽക്കാൻ വരുന്ന ഫ്രഷ്നേഴ്സ് ആയാലും പുതിയ കുട്ടികളായാലും ഇവരുടെ ഒരു അട്രാക്റ്റീവ് ഒരു വെച്ചിട്ട് ഒരു വിഷം വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതിന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? തീർച്ചയായും അത് കറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം അബ്ദുള്ളാക്കെ നിങ്ങൾ ചോദിച്ച ആ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ നിങ്ങളിൽ ഒരു മൂന്ന് സർവീസ് സെന്റർ ഉണ്ട് നിങ്ങൾക്ക് മാക്കിൽ അല്ലെ, GCC ദുബൈയില്. ഓക്കെ, ഇപ്പൊ നിങ്ങളെ സർവീസ് നിങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? കറക്റ്റ് ആയിട്ട് നിങ്ങൾ സപ്പോർട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾ എംപ്ലോയീസിനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓൺടർപ്രണർ കാലത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുക എന്ന് പറയും. ആ രീതിയിൽ നമ്മൾ പോകുന്ന ടൈം ട്രാവലിംഗ്, ഓക്കെ, ആ രീതിയിൽ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ നാട്ടില് ഇപ്പോ ബ്രാൻഡിങ് ചെയ്ത് അങ്ങേയറ്റം ബ്രാൻഡിങ് ചെയ്ത് വിഷനും മിഷനൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ ആ ഒരു പ്രോഡക്റ്റും സർവീസും നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത് വിശ്വസിച്ചു പോകും. ഓക്കെ, അതില് ഏകദേശം നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രവണത, ഒരു പ്രവാസിയായിരിക്കുന്ന ഒരാള് 3 lakhs, 4 lakhs, 10 lakhs ഒക്കെ സ്പെൻഡ് ചെയ്യും. ബട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരാൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാല് ജസ്റ്റ് ചിലപ്പോ ഒരു വേരിയേഷൻ പറയും. മണി ചെയിൻ ബിസിനസ് ഒരാളെ വന്ന് പിന്നെ ഇന്റർവ്യൂ ചെയ്യും, അയാൾ ഇതിൽ ചേർത്തും, ഇയാളെ ചേർത്തുമ്പോൾ ഇയാൾക്ക് അതിലിപ്പോ 10,000 ചെയ്താൽ ഇയാൾ 10,000, 7,000 ഫസ്റ്റ് കൊടുത്തു. ചാർജ് ചെയ്യുന്നത് ക്യാരക്ടർ ബാക്ക്ഗ്രൗണ്ടിനാണ്. അയാളെ ബ്രദർ, സിസ്റ്റർ, ഫാമിലി വന്നാൽ ഇവിടെ ഷാപ്പായിട്ടാണ് പോകും. അങ്ങനെ നമ്മൾ ഒരേ ചടങ്ങ് പോലത്തെ ബട്ട് യഥാർത്ഥത്തില് ആ ഒരു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക്കില് നമ്മൾ ഫസ്റ്റ് പാരന്റ് ആയി എടുക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സർവീസോ ആണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിലേക്കല്ല അത് മാനിപ്പുലേറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്തിട്ടല്ലായിരിക്കും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ബിസിനസ്സൊക്കെ അല്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആളുകൾക്ക് എത്തണം എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ബ്രോക്കേഴ്സിന് മറ്റു പല ബിസിനസ്സാണ്. ഓക്കെ, അപ്പോ ആ ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ ഇത് ഈ എമൗണ്ട് സ്പെൻഡ് ആവുന്നത്. പക്ഷെ നമ്മളിതിൽ കാണപ്പെടുന്നത് ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന കമ്പനികൾക്ക് അവർക്ക് ഇൻസ്റ്റന്റ് മണിയാണ് ആവശ്യം. ഇൻസ്റ്റന്റ് മണി എന്ന് പറഞ്ഞാല് ഇന്നിപ്പോ ഒരു 1 crore ഇട്ടാല് അല്ലെങ്കിൽ 1 million ഇട്ടാല് അവർക്കൊരു 10 million സഡൻലി കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ 2 million കിട്ടും. അത്ര അവർ ഫോളോ ചെയ്യുന്നുള്ളൂ. ബട്ട് പക്ഷെ ഈ ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രോജക്റ്റിന്റെ ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ ആ പ്രോജക്റ്റ് മില്യൺസ് ആളുകൾക്ക് എത്തുക, അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആവും. പക്ഷെ ഇന്നിവിടെ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള പ്രോജക്റ്റ് എന്താ എന്ന് അറിയാതെ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേറെയുള്ള ആളുകളെ പിന്നാലെ പോകുന്ന കുറെ ആളുകൾ, അതൊക്കെ ശരിക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന്. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഇൻഫോർമേറ്റീവ് നോളജ് വി ഹാവ് ഗോട്ടൺ ഫ്രം യു. ഇവിടെ എനിക്ക് പറയാനുള്ളത് അഡ്വൈസ് എന്ന് വെച്ചാൽ പുതിയ കുട്ടികളായാലും പുതിയ എന്റർപ്രണർ ആയാലും പുതിയ ഇൻവെസ്റ്റേഴ്സ് ആയാലും നമ്മൾ ഈ നമ്മൾ ഗ്രീഡി മെന്റാലിറ്റി, നമ്മൾ എങ്ങനെ പണിയെടുക്കാൻ പൈസ ഉണ്ടാക്കാം, എങ്ങനെ പെട്ടെന്ന് പൈസ സമ്പാദിക്കാം, ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ എല്ലാ ട്രാപ്പിൽ പോയി പെടുന്നത്. ആയതുകൊണ്ട് ഫസൽ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു വർക്ക് ചെയ്യുക, ഇതിൽ ഔതന്റിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, ഇത് ജെന്യൂനിറ്റി ആണോ, ഇതിൽ മേക്ക് എങ്ങനെ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നല്ല ചെയ്തോളൂ. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരാൾ ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു സപ്പോസ് ഒരു ഷെയർ തന്നു കഴിഞ്ഞാൽ ഈ ഷെയർ നിങ്ങൾക്ക് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ,
അങ്ങനെ 100% കോൺഫിഡൻസും ഉണ്ടെങ്കിൽ മാത്രം ഇതിന് ബാക്കിൽ പോവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അർഹതപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, പാഷനേറ്റ് ചെയ്യുക, ഒരു ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുക. അതല്ലേ സാർ? ഓക്കെ, താങ്ക് യു. Right?